എൻ്റെ പേര് സിമി, സ്ഥലം പാവറട്ടി. ഒരു അനുഭവസാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ചേട്ടൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളൊന്ന് തറയിൽ തെന്നി വീണു. അങ്ങനെ ആൾക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ കുഴപ്പമില്ല, സ്ക്രാച്ച് ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരാഴ്ച മരുന്നൊക്കെ തന്നപ്പോൾ ഇങ്ങോട്ട് പോന്നു. അവിടെ നിന്ന് പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നല്ല പെയിനായി. ഞാൻ വിചാരിച്ചൊന്ന് വേറെ ഡോക്ടറൊന്ന് മാറ്റി കാണിച്ചപ്പോൾ അവർ എക്സ്റേ എടുത്തപ്പോൾ അവർ പറഞ്ഞു നട്ടെല്ല് പൊട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഒരു 82 വയസ്സുണ്ട്. ആ ഡോക്ടർ പറഞ്ഞു പരമാവധി എണിച്ച് നടക്കാൻ സാധിക്കും തോന്നില്ല, പക്ഷെ പ്രായമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. കാരണം നമുക്ക് മരുന്നുകൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് എന്താ വെച്ചാൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടും നല്ല ചുറുചുറുക്കോടും ചെയ്യുന്നൊരമ്മയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ വീണ് ആളാകെ ഓർമ്മയൊക്കെ പോകണം, അങ്ങനത്തെ ഒരു സ്റ്റേജ് വരെ എത്തി. ഞാൻ ബെനഹ്റേട്ടനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു വിഷമിക്കേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം. കരുണയുടെ കൊന്തയും കുറച്ച് ബൈബിൾ വചനങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അതൊക്കെ ഒന്ന് അമ്മയുടെ അടുത്തിരുന്ന് വായിക്കുക, പിന്നെ കരുണയുടെ കൊന്ത ചൊല്ലുക, നന്നായി സ്തുതിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം ബെനഹ്റേട്ടൻ അവിടെ ബെനഹ്റേട്ടൻ്റെ ഗ്രൂപ്പിൽ പ്രയർ ചെയ്യുമ്പോൾ അമ്മയുടെ പേര് അങ്ങനെ അമ്മനെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ബെനഹ്റേട്ടൻ്റെ ടീമും ബെനഹ്റേട്ടനും. അങ്ങനെ ഞാൻ 2 മാസം മുന്നായിരുന്നു ഈ സംഭവം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീണിട്ട് അവിടെ നിന്ന് പിന്നെ ഒരാഴ്ച ചെല്ലുമ്പോൾ അമ്മയുടെ എന്താ പറയുക, അമ്മ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അമ്മ റിക്കവർ ആവല്ല ചെയ്യണം. കൂടുതൽ മോശമായ ഒരു സിറ്റുവേഷനിലേക്ക് അമ്മ കടന്നു പോവുകയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു 7 മക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു ആ ഒരു അവസ്ഥ വരെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബെനഹ്റേട്ടനെ ആ സമയത്തൊക്കെ ഞാൻ ഒന്നരാടം പടി വിളിച്ച് ഞാൻ ബെനഹ്റേട്ടനെ എന്താ പറയുക നേരം വിളിച്ച് പറയും പ്രാർത്ഥിക്കട്ടെ, അമ്മ എങ്ങനെയാണ്, അമ്മയുടെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പറയും പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല, ഞങ്ങളിവിടെ പ്രയർ ചെയ്യുന്നുണ്ട്, കൊന്ത ചൊല്ലുന്നുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ 2 മാസം അമ്മ വീണിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇപ്പോൾ ആൾ കുറേശ്ശെ നടന്നു തുടങ്ങി. അവൻ്റെ ആവശ്യങ്ങൾക്ക് നടക്കുക. പിന്നെ അകത്തൊക്കെ ആയിരുന്നു ആദ്യം കുറേശ്ശെ നടന്നു തുടങ്ങി. നമ്മളൊരാൾ പിടിച്ചിട്ട് നടക്കും. ഇപ്പം അതിന് വിട്ടിട്ട് അമ്മ ഒറ്റയ്ക്ക് എന്താ പറയുക, വീടിൻ്റെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി മുറ്റത്തേക്ക് വരും. കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല, ആൾ മാറി. അവളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നന്ദി പറയുകയാണ് ഞാൻ. കുറച്ച് വൈകിപ്പോയി ഞാൻ ഈ അനുഭവസാക്ഷ്യം നന്ദി പറയാൻ വേണ്ടിയിട്ട്. അനുഭവസാക്ഷ്യത്തിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒന്ന് പൂർണ്ണമായിട്ടൊരു ആരോഗ്യത്തിലേക്ക് എത്തട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഉഷാറായി അമ്മ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പണ്ടത്തെ പോലത്തെ നോർമൽ സ്റ്റേജായി. അപ്പോൾ ഒരുപാട് നന്ദി പറയുകയാണ് ബെനഹ്റേട്ടനും ബെനഹ്റേട്ടൻ്റെ പ്രയർ ഗ്രൂപ്പിനും ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.